ഹലോ ഗൈസ്, എല്ലാവർക്കും IMX മിക്ക് വൈറ്റിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്നൊരു ടാക്സി ഡ്രൈവർ ആവാൻ വേണ്ടി പോകണം ഗൈസ്. അപ്പം നമ്മളിന്ന് എല്ലാ കസ്റ്റമേഴ്സിനോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഫുള്ള് വൈബ് അടിച്ചാണ് വണ്ടി ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം ചെറി ബോംബായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. നമ്മുടെ സ്വന്തം വെൽഫെയർ നമ്മൾ അതുമായിട്ട് ഇന്ന് വന്നേക്കുന്നത്. ഇത് വെച്ചാണ് നമ്മളിന്ന് കസ്റ്റമേഴ്സിനെ വീഴ്ത്താൻ പോകുന്നത്. ഇതും നമ്മുടെ സംസാരവും നമ്മളെല്ലാത്തിലും നമ്മൾ കസ്റ്റമേഴ്സിനെ ഫുൾ പക്കാക്കും. നമുക്ക് ലേഡി കസ്റ്റമേഴ്സും വരുവാണെങ്കിൽ കുറച്ചൊക്കെ സന്തോഷമായിരുന്നു. നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ നമുക്കിത് ഇനി അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിക്കുള്ളിൽ കയറിയിരിക്കാം. അടുത്ത ട്രിപ്പ് അടിക്കുന്ന കേട്ടോ, അടിക്കുമ്പോൾ കാണാം. 2 hours later. ഗൈസ്, അപ്പോൾ അങ്ങനെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആളെ പിക്ക് ചെയ്യാൻ പോവാം. എങ്ങനത്തെ ആളായിരിക്കും എന്തോ, നമ്മളെന്തായാലും നമ്മുടെ സംസാര രീതി കൊണ്ട് ആൾ വീഴണം ഗൈസ്. ആളെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഗൈസ് പിക്ക് ചെയ്യണ്ടേ. ഗൈസ്, നമ്മൾ ആളെ കണ്ടിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇന്നലെ ആളെ നിന്ന് നോക്കിയേക്കല്ലേ, നോക്കാം. ആളോടെ ഗൈസ്, ചമ്മി ആള് നമ്മുടെ സീറ്റിൻ്റെ ബേക്കിലാട്ടോ ഉള്ളത്. അപ്പോൾ കാണാൻ പറ്റത്തില്ല. വണ്ടി ബേക്ക് എടുത്ത് നേരെ വിടാം. ശേ, എന്തൊക്കെയായിരുന്നു, മിററിൽ കൂടെ കാണത്തില്ല. നമുക്കതിലും കുട്ടിയുടെ പേരെന്ന് ചോദിച്ചു നോക്കാം. കുട്ടിയുടെ പേരെന്തായിരുന്നു? എൻ്റെ പേരറിഞ്ഞ് ഇപ്പം തനിക്കെന്തിനാണോ ഗൈസ് ചോദിച്ചു വാങ്ങി ഗൈസ്, മിണ്ടണ്ടിരുന്ന സോറി ചേച്ചി. എന്തായാലും ഭാഗ്യം പുള്ളിക്കാരനെ കൊണ്ടുവിടേണ്ട സ്ഥലത്തില്ല, അടി വാങ്ങേണ്ട വന്നേ. ഗൈസ്, എനിക്ക് എന്തിൻ്റെ സൂക്കേടായിരുന്നു. ഷേ, എന്തായാലും പുള്ളിക്കാരി 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ തോന്നിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ സൈഡിൽ ഒതുക്കിയിട്ടിട്ട് അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഗൈസ്. ഷോ, എന്നാലും എനിക്ക് വല്ലാണ്ട് വിഷമമായിപ്പോയി. കുഴപ്പമില്ല, അടുത്ത കസ്റ്റമറിനെ ഞാൻ സംസാരിച്ച് സെറ്റാക്കിയിരിക്കും ഗൈസ്. ഇനി മച്ച ബന്ധമായിരിക്കും ഞാനും കസ്റ്റമറും തമ്മിൽ. അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് നമുക്ക് പോയി നോക്കാം. നേരെ പോയി ഇവിടെ അടുത്ത് തന്നെ കേട്ടോ പിക്ക് ചെയ്യണ്ടേ, ലെഫ്റ്റിലേക്ക്. ഗൈസ്, ഇതൊരു പോലീസുകാരനാണല്ലോ. പോലീസുകാരൻ എന്താ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട്? നമുക്ക് എന്തായാലും ഇപ്രാവശ്യം പോലീസുകാരനെ ഒന്ന് കമ്പനി ആക്കി നോക്കാം. ഹായ് സാർ, എങ്ങോട്ടേക്കായിരുന്നു പോകണ്ടേ? പോകേണ്ട സ്ഥലമല്ലേ, തനിക്ക് മാപ്പ് ഇട്ട് തന്നിരിക്കുന്നത്, അത് നോക്കി പോയാൽ പോയി, ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഗൈസ്, അപ്പം നമുക്കെല്ലാം വൃത്തിക്ക് പോലീസുകാരനെ ഒന്നും കിട്ടി. നമുക്ക് സാറിൻ്റെ പേര് ചോദിച്ചേക്കാം. സാറിൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് ചിത്രഗുപ്തൻ IPS. ഗൈസ്, എന്തായാലും പുള്ളിയുടെ പേര് കൊള്ളാം, ചിത്രഗുപ്തൻ IPS. നല്ല ഗാംഭീര്യമുള്ള പേര്. ഇവർക്കൊക്കെ ഇത്രയും കുറച്ച് ദൂരം വരണമെങ്കിൽ ഓട്ടോ പിടിച്ച് പോയാൽ പോരെ? അല്ല, വേണ്ട, പോലീസുകാരനെ കയ്യിൽ നിന്ന് നല്ല കിട്ടും. സ്റ്റേഷനിൽ പോകേണ്ടി വരും, വയ്യ. ഗൈസ്, ഇനി എന്തായാലും അടുത്ത ട്രിപ്പിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 hours later. ഗൈസ്, അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്യാൻ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇത് ഇച്ചിരി ലോങ് ആണ്, നമുക്കിതെല്ലാം എടുത്തേക്കാം. കാരണം ഇപ്പോൾ വരുന്ന എല്ലാം ലോങ് ആണ്, അപ്പോൾ നമുക്കിത് എടുത്തേ പറ്റത്തുള്ളൂ. മൗണ്ടൈനിലേക്കാണ് ഗൈസ് നമുക്കിനി പോകാനുള്ളത്. നമുക്കെന്തായാലും പോയി നോക്കാം. ഞാൻ ഒരു ലേഡി പ്രതീക്ഷിച്ചു, പക്ഷെ ഒത്തില്ല ഗൈസ്. ഒരു ക്ലാസിക് മാനാന്ന് തോന്നുന്നു, ലുക്കൊക്കെ കണ്ട്. നമുക്ക് ഇയാളോട് സംസാരിക്കണം ഗൈസ്. എനിക്ക് പേടിയാണ്, ഇങ്ങനെയുള്ളവന്മാരൊക്കെ ചുമ്മാ പിടിച്ച് ഏറി കയറ്റി വിടുവന്നേ. ഇനിയിപ്പോൾ നമ്മുടെ ഡ്രൈവിങ് സ്കിൽസൊക്കെ കണ്ട് മച്ചാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വൈബായിരിക്കും. നമുക്കെന്തായാലും കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് സംസാരിക്കുക, അതായിരിക്കും സേഫ്. കാരണം ഇല്ലെങ്കിലേ നേരത്തെ കണ്ടല്ലോ, കുറച്ച് നമ്മളെ ഡ്രൈവിംഗ് ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ പുള്ളിക്ക് എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ. അത് കഴിഞ്ഞിട്ട് സംസാരിക്കുകയാണെങ്കിൽ പുള്ളി ഇച്ചിരി വൈബായിട്ട് സംസാരിച്ചോളും. ഇല്ലേ ഫസ്റ്റ് തന്നെ തേറി വാങ്ങേണ്ടി വരും. ഗൈസ്, അപ്പം നമ്മളെന്തായാലും മൗണ്ടൈൻ ഇങ്ങനെ എത്താറായിട്ടുണ്ട്. അപ്പം പുള്ളി എന്നെ ഇങ്ങനെ സംസാരിച്ച് നോക്കിയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വ്ളോഗറാന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് സപ്പോർട്ടാണ്, പുള്ളിക്ക് വ്ളോഗേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ഒക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. നമുക്ക് പുള്ളിക്ക് എന്തെങ്കിലും സംസാരിക്കണോ എന്ന് ചോദിച്ചു വെക്കാം, അത് ക്യാമറയുടെ മുമ്പിലേ. മക്കളെ, എനിക്കെന്ന് വെച്ചാൽ പറയാനുള്ളത്, എല്ലാവരും IMX മിക്ക് വൈറ്റിനോടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അവൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. അവനൊരു ബിഗിനറാണല്ലോ, അപ്പോൾ അവനെ നമ്മൾ വേണം വളർത്തിയെടുക്കാൻ. അവൻ കുറേ ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ഈ ചാനൽ തുടങ്ങിയെന്നൊക്കെയാണ് ഇപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേണം ഇവനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും അവൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അവനെ വളർത്തുക. അവൻ്റെ സ്വപ്നം നമ്മൾ സഫലമാക്കി കൊടുക്കണം. ഗൈസ്, അപ്പം നമ്മളെ കസ്റ്റമറിന് ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നിങ്ങൾ പുള്ളി പറഞ്ഞ പോലെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആളെ കൊണ്ടേ വിടാം. ഇപ്പോൾ എത്തും ഗൈസ്, 500 മീറ്റർ സംതിങ് ഉള്ളൂ, ഇപ്പോൾ എത്തും. നമ്മൾ ആളെ കൊണ്ടേ വിട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളെന്തായാലും നേരെ പോകുന്നു, ആളെ കൊണ്ടുവിടണം, അതാണ് അടുത്ത ലക്ഷ്യം.
ഗൈസ് അപ്പം നമ്മൾ ആളെ കൊണ്ടുവിടേണ്ട സ്ഥലം എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ആളെ ഒന്ന് കൊണ്ടുവിട്ടേക്കാം. ഇനി വീട്ടിൽ പോയിട്ടൊരു ഫുഡ് വെച്ചിട്ടൊരു ഉറക്കമുണ്ട് ഗൈസ്. സമാധാനം, സന്തോഷം, സുഖം, സുന്ദരം. ഗൈസ് നമ്മൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഗൈസ് അർജൻറ്റാണെന്നും പറഞ്ഞിട്ടൊരു ട്രിപ്പ് അടിച്ചത്. അപ്പം ഇതിൽ നമുക്ക് പോയേ പറ്റത്തുള്ളൂ. ഇത് കഴിയുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഗൈസ് ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചാണെന്നറിയോ? വീട്ടിൽ പോയിട്ടൊരു ഉറക്കമൊക്കെ ഇപ്പം തന്നെ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ സമ്മതിക്കത്തില്ല. നമുക്ക് എന്തായാലും ആളെ പെട്ടെന്ന് ഒന്നും നോക്കണ്ട, ലാഗാക്കണ്ട, പെട്ടെന്ന് പോയിട്ട് ആളെ പോയി പിക്ക് ചെയ്ത് ഡെസ്റ്റിനേഷനിൽ കൊണ്ടുവിടാം. റോങ് സൈഡൊക്കെ കയറി പോകുന്നത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് ആളെ കൊണ്ടുവിടാം ഗൈസ്, ഇല്ലെങ്കിൽ പിന്നെ ഉറക്കം ശരിയാകത്തില്ല. ഗൈസ് നമ്മളെന്തായാലും ആളെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയും പെട്ടെന്ന് പുള്ളീനെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോയിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. വീട്ടിൽ പോയിട്ട് വീട്ടിൽ നല്ല മുളകിട്ട മീൻകറി ഉണ്ട് ഗൈസ്. രാവിലെ ഞാൻ മീൻകറിയൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആളെ കൊണ്ടുവിട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോവാം ഗൈസ്. അപ്പം ആളെ കൊണ്ടുപോകാനുള്ള സ്ഥലം എത്താറായി. എനിക്കൊന്ന് ഗൈസ് മറ്റേ വുഡൻ ഹൗസ് ഒക്കെയുള്ള സ്ഥലമില്ലേ, അങ്ങോട്ടേക്കാണ് ആൾക്ക് പോകണ്ടേ. വണ്ടി ഫുള്ള് ചെളിയാവാനുള്ള എല്ലാ വകുപ്പും കാണുന്നുണ്ട് ഗൈസ്. മിക്കവാറും വണ്ടി ഫുള്ള് ചെളിയാവും ഇങ്ങനെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും. എനിക്ക് എങ്ങനെയും പെട്ടെന്ന് ഇളന്ന് കൊണ്ട് ഇറക്കി വിട്ടാൽ മതി. എൻ്റെ ഉറക്കമാണ് ഗൈസ് എനിക്ക് പ്രധാനം. ഞാൻ രാവിലെ ഇറങ്ങിയതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയും ഇരുന്ന് കൊണ്ടുപോയിട്ട് വീട്ടിൽ പോയി ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. എനിക്കാണെങ്കിൽ രാവിലെ എണീക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഗൈസ്. എന്തായാലും ആളെ കൊണ്ടുവിടേണ്ട സ്ഥലത്തെത്തിയിട്ടുണ്ട്, ഭാഗ്യം. ഇനി ആളെ ഇറക്കുന്നു, ഡയറക്റ്റ് വീട് പിടിക്കുന്നു, ചോറും മീൻകറിയും കഴിക്കുന്നു, കിടന്നങ്ങ് ഉറങ്ങുന്നു ഗൈസ്. നമ്മളെന്തായാലും ആളെ സേഫായിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്, സേഫായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളിങ്ങനെ ആളെ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ തന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇനി എന്തായാലും വീടെത്തുമ്പോൾ കാണാം ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്താറായിട്ടുണ്ട് ഗൈസ്. ഓ ഗൈസ് എങ്ങനെയോ രക്ഷപ്പെട്ട് വീടെത്തിയിട്ടുണ്ട്. നമുക്കിനി എന്തായാലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങാം ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാം. അതിന് നമ്മൾ ആദ്യം അടുക്കളയിൽ പോയി നോക്കണം, മീൻകറിക്ക് അവിടെ തന്നെ ഉണ്ടോ അതോ വല്ല പൂച്ചയും കയറി എടുത്തിട്ട് പോയോന്ന്. അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഞാൻ ജനൽ തുറന്നിട്ടിട്ടാണ് പോയാൽ മിക്കവാറും ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ എപ്പം ജനൽ തുറന്നിട്ടാലും പൂച്ച വന്ന് സാധനം കൊണ്ട് പോകാറാണ് പതിവ്. നമുക്കതിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് എല്ലാം അകത്ത് കയറി നോക്കാം. റിവേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഗ്യാരേജിലേക്ക് വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് ഡോർ തുറന്നു. ഓക്കെ, യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ എത്തി ഗൈസ്. ഇനി നേരെ വണ്ടി ഓഫാക്കി ഇറങ്ങുക ഗൈസ്. നമ്മളെന്തായാലും വണ്ടി ലോക്കാക്കിയിട്ടുണ്ട്. ഇനി പുറത്തേക്ക് ഇറങ്ങാം, ഇനി നേരെ പോവുക ഗൈസ്. ഇനി അകത്ത് പോയി എനിക്ക് ഫസ്റ്റ് കിച്ചണിൽ നോക്കണം, നമ്മുടെ മെയിൻ സംഭവമാണിത്. അത് പോയി കഴിഞ്ഞാൽ പോയി ഗൈസ്. നമ്മുടെ ഈ ചെറി ബൂമിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ഇത് ഫസ്റ്റ് ഇതെൻ്റെ അല്ലായിരുന്നു, ഇത് സോമൻ ബ്രോൻ്റെ കയ്യിലായിരുന്നു. ഇത് ചെറി ബൂം 2.0 ആണ്. അപ്പോൾ സോമൻ ബ്രോൻ്റെ അക്കൗണ്ട് പോയ ടൈമിൽ ആ ചെറി ബോംബും കൂടെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് സെറ്റാക്കി ഇപ്പോൾ എൻ്റെ കയ്യിൽ വെച്ചേക്കുന്നതാണ് ഗൈസ്. ഫസ്റ്റ് നമുക്കൊരു ചെറി ബോംബ് ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മളതൊരു നൈറ്റ് ഇരുന്ന് വർക്ക് ചെയ്യുന്നൊരു വണ്ടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഗൈസ് നമ്മളെന്തായാലും വീട്ടിലേക്ക് എത്തി ഗൈസ്. മേളിലേക്കല്ല, നമുക്ക് ആദ്യം കിച്ചണിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് റൂമിലേക്ക് പോവാം. ചെടിയൊക്കെ വെള്ളം നനയ്ക്കണം ഗൈസ്, ടാസ്ക്കാണ്. അപ്പം ബൈ ദ വേ നമ്മുടെ സാധനം കൊണ്ടുപോയിട്ടുണ്ട് പൂച്ച. ഇന്നലെ ഞാൻ രാത്രി ഇവിടെ ഇരുന്ന ഗൈസ് എഡിറ്റ് ചെയ്തത്, അതുകൊണ്ട് ലാപ്പൊക്കെ അവിടെ തന്നെ വെച്ചേക്കുക. റൂമിലേക്ക് കൊണ്ടുപോകാൻ മറന്നുപോയി. ഞാൻ അവിടെ കിടന്നാണ് ഇന്നലെ ഉറങ്ങിയത്. സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസം ഇതുപോലെ തന്നെ നല്ല കിടിലം കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും മറക്കാണ്ട് ചാനൽ സബ് അടിക്കുക, ലൈക്ക് അടിക്കുക, പറ്റുന്നവരൊക്കെ ഇതൊക്കെ ചെയ്യടേ. എന്നിട്ട് ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ട് പൊക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശരി, ബൈ ഗൈസ്.